everyone, welcome back to my YouTube channel Such a Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു കേരള ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ നോക്കാം. ആദ്യം ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഇതാക്കണേ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം കുറച്ച് വലുതായിരിക്കണം കേട്ടോ, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കുറച്ച് വലുതാവണം. എന്നിട്ട് അതിലോട്ട് നമ്മൾക്ക് കുറച്ച് തോനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലോട്ട് പട്ടയും കരാമ്പും ഏലക്കയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് അതിലോട്ട് ഓണിയന് കുറച്ച് ചെറുതായി കട്ട് ചെയ്തതൊന്ന് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ കുറച്ചൊന്ന് വാടി വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അതിൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എടുത്ത് വെക്കണം കേട്ടോ, അത് നമ്മൾക്ക് പിന്നീട് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാനാണ്. അതിന് പച്ച മണമൊക്കെ ഒന്ന് മാറുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് അതിലോട്ട് നമ്മൾ എത്രത്തോളം അരിയാണ് എടുക്കണം അതിനനുസരിച്ച് അരി വേവിക്കാനില്ല വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുക. ഇനി അതൊന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല അരി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ നെയ്ച്ചോറ് അരിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം നമ്മൾക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തതിന് ശേഷം കുറച്ച് തോനെ ഓയിൽ എടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഗ്രേവി ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് തോനെ ഓയിൽ ഒഴിക്കണം. എന്നാൽ അതിലോട്ട് കുറച്ച് കുഞ്ഞായി അരിഞ്ഞ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പച്ചമുളക് മിക്സ് ചെയ്തത് നമ്മൾക്ക് ഇതിലോട്ടൊന്ന് ആയിട്ട് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് തക്കാളി, ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല ആ ബീഫും കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ആ മസാല ഒക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ബീഫ് ആയതുകൊണ്ട് ഒരു 4 വിസിൽ വരുന്നവരെ വിസിലടുപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് വന്നിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ആ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് ജസ്റ്റ് ഒന്ന് നമുക്ക് വീണ്ടും മിക്സ് ആക്കി കൊടുത്തിട്ട് ആ ബീഫ് ഒന്ന് വെന്തിക്കണോ നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾക്ക് മാറ്റി വെക്കണം. എന്താ വെച്ചാൽ ഇത് ലെയറേനെ ഇടുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മാറ്റി വെക്കാൻ. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് ഇതാക്കണ കുറച്ച് ഗീയും കൂടി മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഗരം മസാല സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ റൈസ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾക്ക് വീണ്ടും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 5 to 6 മിനിറ്റ്സ് വരെ നമുക്ക് ദമ്മിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേരള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗൈസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.